കരൾ മാറ്റിവെക്കാൻ ലക്ഷക്കണക്കിന് രൂപ, കിഡ്നി ട്രാൻസ്പ്ലാന്റിന് ലക്ഷങ്ങൾ, ഹൃദയത്തിലെ ഒരു ബ്ലോക്ക് മാറ്റാൻ ആൻജിയോപ്ലാസ്റ്റിക്ക് ലക്ഷങ്ങൾ, ഒരു ചെറിയ സ്റ്റെന്റിന് പോലും വലിയ തുക, ഒരു ദിവസത്തെ ICU ചികിത്സയ്ക്ക് തന്നെ ആയിരക്കണക്കിന് മുതൽ പതിനായിരക്കണക്കിന് രൂപ വരെ ചെലവ്. ഇത്തരം വാർത്തകൾ നമ്മൾ ദിവസവും കേൾക്കാറുണ്ട്. അപ്പോൾ പലരും ചോദിക്കും, ഇതൊക്കെ ഒരു പകൽക്കൊള്ളയല്ലേ? ഒരു ചെറിയ മെഷീൻ ഉപയോഗിച്ച് ചെയ്യുന്ന ചികിത്സയ്ക്ക് ഇത്രയും പണം എന്തിനാണ്? മരുന്ന് കമ്പനികളും ആശുപത്രികളും ചേർന്ന് ജനങ്ങളെ ചൂഷണം ചെയ്യുകയല്ലേ? ഇത്തരം ചോദ്യങ്ങൾ സ്വാഭാവികമാണ്. പക്ഷേ ഒരു നിമിഷം വികാരങ്ങൾ മാറ്റിവെച്ച് വസ്തുതകളിലേക്ക് നോക്കിയാൽ മറ്റൊരു ചിത്രം നമുക്ക് കാണാം. ഒരാധുനിക ചികിത്സയുടെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ഒരു ഡോക്ടർ മാത്രമല്ല. പതിറ്റാണ്ടുകളോളം നീണ്ട ഗവേഷണങ്ങൾ, ആയിരക്കണക്കിന് ശാസ്ത്രജ്ഞരുടെ പരിശ്രമം, ലക്ഷക്കണക്കിന് രോഗികളിൽ നടത്തിയ ക്ലിനിക്കൽ പരീക്ഷണങ്ങൾ, കോടിക്കണക്കിന് രൂപ വിലയുള്ള യന്ത്രങ്ങൾ, 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ആശുപത്രി സംവിധാനങ്ങൾ, കർശനമായ സുരക്ഷാ മാനദണ്ഡങ്ങൾ, അതീവ വിദഗ്ധരായ ഡോക്ടർമാരും നഴ്സുമാരും ടെക്നീഷ്യന്മാരും അടങ്ങിയ ഒരു വലിയ സംവിധാനമാണത്. അപ്പോൾ യഥാർത്ഥ ചോദ്യം ഇതാണ്: ആധുനിക ചികിത്സയ്ക്ക് ഇത്രയും ചെലവ് വരുന്നത് ശരിക്കും എന്തുകൊണ്ടാണ്? ഇന്ന് നമുക്ക് അതൊന്ന് വസ്തുനിഷ്ഠമായി പരിശോധിക്കാം. എന്നാ തുടങ്ങിയാലോ? നമസ്കാരം, ഞാൻ ഷാബു പ്രസാദ്. ശാസ്ത്രം എന്നത് പാഠപുസ്തകങ്ങളിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല. നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ ഓരോ സംഭവത്തിൻ്റെയും പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന അത്ഭുതങ്ങളാണ് ശാസ്ത്രം. ആ സങ്കീർണമായ ശാസ്ത്രത്തെ എല്ലാവർക്കും മനസ്സിലാകുന്ന ലളിതമായ ഭാഷയിൽ അവതരിപ്പിക്കാനാണ് ഈ ചാനലിലൂടെ ഞാൻ ശ്രമിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ലൈക്ക് ചെയ്യൂ, സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കൂ. ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സയൻസ് കോർണർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ എഴുതൂ. അപ്പോൾ ഇന്നത്തെ വിഷയത്തിലേക്ക് നമുക്ക് കടക്കാം. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പ് ചികിത്സിക്കാൻ ബുദ്ധിമുട്ടായിരുന്ന പല രോഗങ്ങളും ഇന്ന് അത്യാധുനിക മെഡിക്കൽ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ചികിത്സിക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. റോബോട്ടിക് സർജറി, AI അടിസ്ഥാനമാക്കിയുള്ള രോഗനിർണയം, ജനറ്റിക് ടെസ്റ്റിംഗ്, ഇവയെല്ലാം ആരോഗ്യരംഗത്തെ വലിയ മുന്നേറ്റങ്ങളാണ്. പക്ഷേ ഈ മുന്നേറ്റങ്ങൾക്കൊപ്പം മറ്റൊരു യാഥാർത്ഥ്യവും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ചികിത്സയുടെ നിലവാരം ഉയരുന്നതിനനുസരിച്ച് അതിൻ്റെ ചെലവും വർദ്ധിക്കുകയാണ്. ഇന്ന് ഒരു സാധാരണ ആശുപത്രിവാസം പോലും പല കുടുംബങ്ങളുടെയും സാമ്പത്തിക നിലയെ വല്ലാതെ ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ചികിത്സയെക്കുറിച്ച് മാത്രമല്ല, ചികിത്സയുടെ സാമ്പത്തിക സുരക്ഷയെക്കുറിച്ചും നമ്മൾ ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ്. ചെറുതോ വലുതോ എന്തു തന്നെയായാലും ഒരു ഹോസ്പിറ്റൽ കേസ് വന്നാൽ 10-20 ലക്ഷം രൂപയോളം, ചിലപ്പോൾ അതിലധികവും ചിലവ് വരാം. അപ്പോൾ അത്രയും കാലമായി കഷ്ടപ്പെട്ടുണ്ടാക്കിയ സേവിങ്സ് ഇല്ലാതാവുന്ന ഒരവസ്ഥയിലേക്ക് മാറും. അങ്ങനെ ഉണ്ടാവാതിരിക്കണമെങ്കിൽ നിങ്ങൾ മുൻകൂട്ടി ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വെക്കേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങൾ ആർക്കെങ്കിലും ആരോഗ്യ ഇൻഷുറൻസ് ഇല്ലെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷനിലും ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ കയറി ചെക്ക് ചെയ്താൽ വിവിധ കമ്പനികളുടെ ഒരുപാട് പ്ലാനുകൾ കാണാം. അതിൽ നിങ്ങൾക്ക് യോജിക്കുന്നതുണ്ടെങ്കിൽ എടുത്തു വയ്ക്കാം. ഓർക്കുക, ഇന്നത്തെ കാലത്ത് ചികിത്സാ രംഗത്തെ നൂതന സാങ്കേതിക വിദ്യകൾ മാത്രമല്ല മാറുന്നത്, അതിൻ്റെ കൂടെ ചികിത്സാ ചെലവും വലിയ രീതിയിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വർഷങ്ങളോളം കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീടും കാറും ബാങ്ക് ബാലൻസും ഒക്കെ വെറും ഒരു ആശുപത്രി കേസ് വന്നാൽ തീർന്നു പോകാൻ അധികം സമയമൊന്നും വേണ്ട. അതുകൊണ്ട് ഇത് നാളേക്ക് മാറ്റിവെക്കാതെ ഇപ്പോൾ തന്നെ മറക്കാതെ ഒന്ന് ചെക്ക് ചെയ്യുക. ഇതിനായി വലിയ തുകയൊന്നും മുടക്കേണ്ടി വരില്ല. വെറും 400-500 രൂപയിലൊക്കെ തുടങ്ങുന്ന 1 കോടിയും 2 കോടിയും ഒക്കെ കവറേജ് കിട്ടുന്ന വലിയ വലിയ പ്ലാനുകൾ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. നമുക്ക് ആവശ്യമുള്ള ഫീച്ചറുകൾ ആഡ് ചെയ്യുമ്പോൾ പ്രീമിയത്തിൽ ചെറിയ വ്യത്യാസങ്ങൾ വന്നേക്കാം. പക്ഷേ ആ കാര്യങ്ങളെല്ലാം അവിടെ കൃത്യമായി പരിശോധിക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഈ വിവരങ്ങൾ ഇപ്പോൾ തന്നെ നിങ്ങൾ പരമാവധി മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് നൽകുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തിൻ്റെയും സുരക്ഷിതത്വത്തിനായി സ്വന്തമായി ഒരു പ്ലാൻ എടുത്ത് വയ്ക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇന്നത്തെ ആധുനിക ചികിത്സയുടെ നട്ടെല്ല് ഡോക്ടർമാർ മാത്രമല്ല, അത്യാധുനിക സാങ്കേതിക വിദ്യകൾ കൂടിയാണ്. എക്സ്റേ, CT സ്കാൻ, MRI, അൾട്രാസൗണ്ട്, ലബോറട്ടറി അനലൈസറുകൾ, വെന്റിലേറ്ററുകൾ, റോബോട്ടിക് സർജറി സംവിധാനങ്ങൾ, ഇവയൊന്നുമില്ലാത്ത ഒരു ആധുനിക വൈദ്യശാസ്ത്രത്തെ നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല. എന്നാൽ ഈ സാങ്കേതിക വിദ്യകളൊന്നും ഒരു രാത്രി കൊണ്ടുണ്ടായതല്ല. പതിറ്റാണ്ടുകൾ നീണ്ട ഗവേഷണങ്ങൾ, ആയിരക്കണക്കിന് ശാസ്ത്രജ്ഞരുടെ പരിശ്രമം, അനേകം പരാജയങ്ങൾ, കർശനമായ പരീക്ഷണങ്ങൾ,
കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപം, ഇതെല്ലാം കഴിഞ്ഞാണ് ഇവ ആശുപത്രികളിൽ എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഉപകരണങ്ങളുടെ വിലയും വളരെ കൂടുതലാണ്. ഒരു സാധാരണ ലബോറട്ടറിയിൽ അത്യാവശ്യമായി ഉപയോഗിക്കുന്ന സെമി ഓട്ടോ അനലൈസർ പോലുള്ള ഉപകരണത്തിന് തന്നെ ഏകദേശം 1.5 ലക്ഷം രൂപയോ അതിലധികമോ വില വരും. അത് ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസർ ആണെങ്കിൽ 10 ലക്ഷം 15 ലക്ഷമൊക്കെ ആകും. ഒരു ഡിജിറ്റൽ എക്സ്റേ സംവിധാനം ലക്ഷക്കണക്കിന് രൂപ മുതൽ ആരംഭിക്കും. ഒരു CT സ്കാനർ സാധാരണയായി കോടിക്കണക്കിന് രൂപ വിലയുണ്ട്. അത് MRI സ്കാനർ ആണെങ്കിൽ 15-20 കോടിയോളം അതിൻ്റെ കപ്പാസിറ്റി അനുസരിച്ച് ചിലവ് വരും. ഇവ വാങ്ങുക മാത്രമല്ല ചിലവ്, അവ സ്ഥാപിക്കാനും പ്രത്യേക മുറികൾ നിർമ്മിക്കാനും വൈദ്യുത സംവിധാനങ്ങൾ ഒരുക്കാനും ഇടയ്ക്കിടയ്ക്ക് കാലിബ്രേഷൻ നടത്താനും സർവീസ് ചെയ്യാനും സ്പെയർ പാർട്സ് മാറ്റാനും അവ പ്രവർത്തിപ്പിക്കാൻ പ്രത്യേക പരിശീലനം നേടിയ ടെക്നീഷ്യന്മാരെ നിയമിക്കാനും വലിയ ചെലവാണ്. അതിനാൽ ചികിത്സയ്ക്ക് ഈടാക്കുന്ന തുകയിൽ ഒരു പ്രധാന പങ്ക് ഈ അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ ചെലവും അതിൻ്റെ മെയിൻ്റനൻസിനും കൂടിയാണ്. ഒരു ഗുളിക ഉണ്ടാക്കാൻ ഇത്ര ചെലവോ എന്ന ചോദ്യം പലരും ചോദിക്കാറുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ചെലവ് ഗുളിക നിർമ്മിക്കുന്നതിനല്ല, ആ ഗുളിക കണ്ടെത്തുന്നതിനാണ്. ഒരു പുതിയ മരുന്ന് കണ്ടെത്തുന്നത് 15-20 വർഷം വരെ നീളുന്ന ഒരു ശാസ്ത്രീയ 15-20 വർഷം നീളുന്ന വലിയ പ്രോസസ്സാണ്. ആദ്യം ആയിരക്കണക്കിന് രാസസംയുക്തങ്ങൾ പരിശോധിക്കും. അവയിൽ വളരെ കുറച്ചെണ്ണം മാത്രമേ പ്രതീക്ഷ നൽകൂ. തുടർന്ന് ലബോറട്ടറി പരീക്ഷണങ്ങൾ, മൃഗങ്ങളിലെ പ്രീ ക്ലിനിക്കൽ സ്റ്റഡീസ്, അതിനുശേഷം മനുഷ്യരിൽ 3 സ്റ്റേജുകളിലായി നടത്തുന്ന ക്ലിനിക്കൽ ട്രയലുകൾ. ഓരോ ഘട്ടത്തിലും മരുന്ന് സുരക്ഷിതമാണോ, ഫലപ്രദമാണോ, പാർശ്വഫലങ്ങൾ എന്തൊക്കെയാണ് എന്നെല്ലാം കർശനമായി പരിശോധിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഗവേഷണം തുടങ്ങുന്ന ആയിരക്കണക്കിന് മരുന്നുകളിൽ ഒടുവിൽ രോഗികൾക്ക് ഉപയോഗിക്കാനുള്ള അനുമതി ലഭിക്കുന്നത് വളരെ ചുരുക്കം മരുന്നുകൾക്ക് മാത്രമാണ്. ബാക്കിയുള്ളവയെല്ലാം വിവിധ സ്റ്റേജുകളിൽ പരാജയപ്പെടും. എന്നാൽ ആ പരാജയപ്പെട്ട ഗവേഷണങ്ങൾക്കായി ചെലവഴിച്ച പണവും സമയവും മനുഷ്യവിഭവശേഷിയും യഥാർത്ഥ ചെലവിൻ്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് ഒരു പുതിയ മരുന്ന് വികസിപ്പിക്കാൻ ആയിരക്കണക്കിന് കോടി രൂപ ചെലവാകുമെന്ന് പറയുന്നത്. അതൊരു ഗുളിക നിർമ്മിക്കുന്നതിനുള്ള ചെലവല്ല. വർഷങ്ങളോളം നീണ്ട ഗവേഷണത്തിൻ്റെയും അനേകം പരാജയങ്ങളുടെയും കർശനമായ സുരക്ഷാ പരിശോധനകളുടെയും ഒടുവിൽ വിജയത്തിലെത്തുന്ന വളരെ കുറച്ചു മരുന്നുകളുടെയും ആകെ ചെലവാണത്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ ഒരു മരുന്ന് കഴിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ ഒരു ഫാക്ടറി മാത്രമല്ല പ്രവർത്തിച്ചിരിക്കുന്നത്. വർഷങ്ങളോളം അധ്വാനിച്ച ആയിരക്കണക്കിന് ശാസ്ത്രജ്ഞരും ഡോക്ടർമാരും ഗവേഷകരും ലക്ഷക്കണക്കിന് മണിക്കൂറുകളുടെ ഗവേഷണവും ലോകമെമ്പാടുമുള്ള പരീക്ഷണങ്ങളും പ്രവർത്തിച്ചിട്ടുണ്ട്. ഒരു ഉൽപ്പന്നത്തിൻ്റെ വില നിശ്ചയിക്കുന്നത് അത് നിർമ്മിക്കാൻ വേണ്ട അസംസ്കൃത വസ്തുക്കളുടെ വില മാത്രം നോക്കിയല്ല, അതിൻ്റെ പിന്നിലെ ഗവേഷണ ചെലവ്, സാങ്കേതിക വിദ്യ വികസിപ്പിക്കാൻ ചെലവഴിച്ച പണം, ഉൽപാദന ചെലവ്, ഗുണനിലവാര പരിശോധനകൾ, വിതരണ ചെലവ്, കമ്പനിയുടെ ലാഭം, അതിലുപരി ആ ഉൽപ്പന്നത്തിന് എത്ര വലിയ വിപണിയുണ്ട് എന്നതും വിലയെ സ്വാധീനിക്കും. ഉദാഹരണത്തിന്, ഒരു കാറിൻ്റെ വില എന്നത് അതിലുള്ള 1000 കിലോ ഇരുമ്പിൻ്റെ വിലയല്ല. വർഷങ്ങളായുള്ള ഡിസൈൻ, എഞ്ചിനീയറിംഗ്, സുരക്ഷാ പരിശോധനകൾ, ഫാക്ടറി നിർമ്മാണം, വിതരണ ശൃംഖല, ഇതെല്ലാം അതിൻ്റെ വിലയിൽ ഉൾപ്പെടുന്നുണ്ട്. പക്ഷേ കാറുകൾക്ക് ലോകമെമ്പാടും കോടിക്കണക്കിന് ഉപഭോക്താക്കളുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് കോഴിക്കോട് പോലുള്ള നഗരത്തിൽ തന്നെ ആയിരക്കണക്കിന് കാറുകളുണ്ട്. ഓരോ ദിവസവും 100 കണക്കിന് കാറുകൾ വിറ്റുപോകുന്നുണ്ട്. അതുകൊണ്ട് ഒരു കാർ കമ്പനി നടത്തിയ ഗവേഷണവും വികസനവും കോടിക്കണക്കിന് യൂണിറ്റുകളിലേക്ക് പങ്കുവച്ച് ആ ചെലവ് തിരിച്ചു പിടിക്കാൻ കഴിയും. എന്നാൽ ഒരു MRI സ്കാനറിൻ്റെ സ്ഥിതി അങ്ങനെയല്ല. അത്യന്തം സങ്കീർണമായ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഈ ഉപകരണത്തിന് ലോകത്തിന് കാറുകളെ അപേക്ഷിച്ച് വളരെ ചെറിയ വിപണിയാണുള്ളത്. ഇപ്പോൾ പറഞ്ഞതുപോലെ കോഴിക്കോട് പോലുള്ള ഒരു വലിയ നഗരത്തിൽ പോലും MRI സെൻ്ററുകളുടെ എണ്ണം വളരെ കുറവായിരിക്കും. വിരലിൽ എണ്ണാവുന്നതേ കാണൂ. അതിനാൽ ഈ സാങ്കേതിക വിദ്യ വികസിപ്പിക്കാനും നിർമ്മിക്കാനും സർവീസ് ചെയ്യാനും ചെലവഴിച്ച പണം തിരിച്ചു പിടിക്കേണ്ടത് വളരെ കുറച്ച് കൺസ്യൂമേഴ്സിൽ നിന്നാണ്. സാമ്പത്തിക ശാസ്ത്രത്തിൽ ഇതിനെ എക്കണോമീസ് ഓഫ് സ്കെയിൽ എന്ന ആശയവുമായി ബന്ധപ്പെടുത്തി വിശദീകരിക്കാറുണ്ട്. ഒരു ഉൽപ്പന്നം കൂടുതൽ യൂണിറ്റുകളായി വിൽക്കാൻ കഴിയുമ്പോൾ ഓരോ യൂണിറ്റിൻ്റെയും ശരാശരി ചെലവ് കുറയും. എന്നാൽ ചെറിയ വിപണിയുള്ള അത്യാധുനിക സാങ്കേതിക വിദ്യകളിൽ ഈ നേട്ടം
വളരെ ലിമിറ്റഡാണ്. അതുകൊണ്ട് തന്നെ MRI പോലുള്ള മെഡിക്കൽ ഉപകരണങ്ങൾക്ക് വിലയും അവ ഉപയോഗിച്ചുള്ള പരിശോധനകൾക്ക് ഈടാക്കുന്ന തുകയും താരതമ്യേന കൂടുതലായിരിക്കും. ആധുനിക ചികിത്സയുടെ മറ്റൊരു പ്രധാന ചെലവ് അതിൻ്റെ പിന്നിലുള്ള മനുഷ്യ വിഭവശേഷിയാണ്. ഉദാഹരണത്തിന് കരൾ മാറ്റിവെക്കൽ, ഹൃദയ ശസ്ത്രക്രിയ, തൊറാസിക് സർജറി, ന്യൂറോ സർജറി പോലുള്ള അതിസങ്കീർണമായ ശസ്ത്രക്രിയകൾ ചെയ്യുന്ന ഒരു ഡോക്ടർ ആ നിലവാരത്തിലെത്താൻ വർഷങ്ങളോളം പഠനവും പരിശീലനവും അനുഭവ സമ്പത്തും നേടേണ്ടതുണ്ട്. MBBS പഠനം മാത്രം മതിയാകില്ല. അതിനുശേഷം സ്പെഷ്യലൈസേഷൻ, സൂപ്പർ സ്പെഷ്യലൈസേഷൻ, ഫെല്ലോഷിപ്പുകൾ, വർഷങ്ങളുടെ പ്രായോഗിക പരിശീലനം, ഇതെല്ലാം കഴിഞ്ഞാണ് ഒരു ഡോക്ടർ ഇത്തരം സർജറികൾ സ്വതന്ത്രമായി ചെയ്യാൻ പ്രാപ്തനാകുന്നത്. ഇത് 15 മുതൽ 20 വർഷമോ അതിലധികമോ എടുക്കും. എന്നാൽ ഒരു ചികിത്സയുടെ വിജയം ഡോക്ടറെ മാത്രം ആശ്രയിച്ചല്ല. അനസ്തേഷ്യ വിദഗ്ധൻ, ക്രിട്ടിക്കൽ കെയർ വിദഗ്ധൻ, നഴ്സുമാർ, ഓപ്പറേഷൻ തിയേറ്റർ ടെക്നീഷ്യന്മാർ, ലബോറട്ടറി വിദഗ്ധർ, റേഡിയോളജി ടെക്നീഷ്യന്മാർ, ഫിസിയോതെറാപ്പിസ്റ്റുകൾ, ഫാർമസിസ്റ്റുകൾ, ബയോമെഡിക്കൽ എഞ്ചിനീയർമാർ, ആംബുലൻസ് ജീവനക്കാർ, ഇങ്ങനെ ഓരോ ഘട്ടത്തിലും ഉയർന്ന എക്സ്പെർട്ടൈസുള്ള ഒരു വലിയ സംഘം പ്രവർത്തിക്കുന്നുണ്ട്. ഒരു രോഗിയുടെ ചികിത്സ എന്നത് ഒരാളുടെ കഴിവല്ല, വർഷങ്ങളുടെ പരിശീലനം നേടിയ നിരവധി വിദഗ്ധരുടെ ഏകോപിതമായ പ്രവർത്തനമാണ്. അതുകൊണ്ട് തന്നെ ആധുനിക ചികിത്സയുടെ ചെലവിൽ അത്യാധുനിക സാങ്കേതിക വിദ്യയ്ക്കൊപ്പം ഈ ഉയർന്ന നിലവാരത്തിലുള്ള ഹ്യൂമൻ റിസോഴ്സിൻ്റെ ചെലവും ഉൾപ്പെടുന്നുണ്ട്. ഇന്ന് ജീവൻ രക്ഷിക്കുന്ന ഈ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുന്ന വ്യവസായങ്ങളും നിലനിൽക്കണം. പുതിയ മരുന്നുകളും മെഡിക്കൽ ഉപകരണങ്ങളും വികസിപ്പിക്കാൻ അവർ വീണ്ടും ഗവേഷണത്തിലും നവീകരണത്തിലും ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അതിനാവശ്യമായ സാമ്പത്തിക ശേഷിയും ന്യായമായ വരുമാനവും അവർക്കുണ്ടായിരിക്കണം. അല്ലെങ്കിൽ നാളെയുടെ ചികിത്സകൾ ഇന്നത്തെ നിലവാരത്തിലെത്തില്ല. അതുപോലെ ഈ ആരോഗ്യ സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഡോക്ടർമാർക്കും നഴ്സുമാർക്കും ടെക്നീഷ്യന്മാർക്കും ശാസ്ത്രജ്ഞർക്കും എഞ്ചിനീയർമാർക്കും മറ്റാരോഗ്യ പ്രവർത്തകർക്കും അന്തസ്സോടെയും സുരക്ഷിതമായ ജീവിതത്തോടെയും സമൂഹത്തിൽ ജീവിക്കാൻ കഴിയണം. വർഷങ്ങളോളം കഠിനാധ്വാനം ചെയ്ത് ഈ മേഖലകളിലേക്ക് എത്തുന്നവർക്ക് അവരുടെ വൈദഗ്ധ്യത്തിന് യോജിച്ച അംഗീകാരവും പ്രതിഫലവും ലഭിക്കുമ്പോഴാണ് കൂടുതൽ പ്രതിഭകൾ ഈ രംഗത്തേക്ക് വരുന്നത്. അപ്പോഴാണ് കൂടുതൽ ഗവേഷണങ്ങളും കൂടുതൽ കണ്ടുപിടുത്തങ്ങളും കൂടുതൽ ജീവൻ രക്ഷിക്കുന്ന സാങ്കേതിക വിദ്യകളും ഉണ്ടാകുന്നത്. അതിനാൽ ആധുനിക ചികിത്സയുടെ ചെലവിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഒരു കാര്യം നാം മറക്കരുത്. ചികിത്സ എല്ലാവർക്കും പ്രാപ്യമാകണം. അതോടൊപ്പം ഗവേഷണവും നവീകരണവും ആരോഗ്യ സംവിധാനവും സുസ്ഥിരമായി മുന്നോട്ട് പോവുകയും വേണം. ഇത് രണ്ടും ഒരുപോലെ പ്രധാനമാണ്. കാരണം ഒടുവിൽ നാം സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് പണം മാത്രമല്ല, മനുഷ്യ ജീവനാണ്. ആരോഗ്യം എന്ന ഏറ്റവും വലിയ സമ്പത്ത് കൂടുതൽ ശക്തമായി സംരക്ഷിക്കപ്പെടുമ്പോഴാണ് ഒരു സമൂഹത്തിൻ്റെ യഥാർത്ഥ പുരോഗതി സാധ്യമാകുന്നത്. ചികിത്സാരംഗത്ത് വലിയ രീതിയിലുള്ള നൂതന സാങ്കേതിക വിദ്യകൾ വരുന്നത് നമ്മൾ മനസ്സിലാക്കി. ചികിത്സാ ചെലവുകൾ ഇനി അങ്ങോട്ടുള്ള കാലത്ത് വലിയ രീതിയിൽ വർദ്ധിക്കാൻ പോവുകയാണെന്നും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയുള്ള ചികിത്സാ ചെലവുകൾ കൂടുന്നതിന് മാറി മാറി വരുന്ന സർക്കാരുകളെയോ സിസ്റ്റത്തെയോ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. കാരണം ഇത് കാലത്തിനനുസരിച്ച് സ്വാഭാവികമായി സംഭവിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഈ വലിയ സാമ്പത്തിക ബാധ്യതയ്ക്ക് തടയിടാൻ നമ്മുടെ മുന്നിലുള്ള ഒരേയൊരു വഴി നമ്മൾ സ്വയം സുരക്ഷിതരാവുക എന്നതാണ്. അതിന് കൃത്യമായ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടായിരിക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് കമ്പനിയുടെ ഇൻഷുറൻസ് വേണമെങ്കിലും തിരഞ്ഞെടുക്കാം. ഏതാണ്ട് 25% വരെ കുറഞ്ഞ ചെലവിൽ മികച്ച പ്ലാനുകൾ കണ്ടെത്താനും അവ തമ്മിൽ കമ്പയർ ചെയ്യാനും അത് നിങ്ങൾക്ക് വേണോ വേണ്ടയോ എന്ന് സ്വയം തീരുമാനിക്കാനുമുള്ള എല്ലാ വിവരങ്ങളും അടങ്ങിയ ലിങ്ക് ഞാൻ താഴെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് കയറി അത് കൃത്യമായി ചെക്ക് ചെയ്ത് നോക്കുക. ഇതൊരു നിസ്സാര കാര്യമായി കണ്ട് തള്ളിക്കളയരുത്. എനിക്കൊന്നും വരില്ല എന്ന് വിചാരിച്ചു നിന്ന പലർക്കും പിന്നീട് അസുഖങ്ങൾ വന്നപ്പോൾ വലിയ രീതിയിൽ പണം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നത് നമ്മൾ മറക്കരുത്. അതുകൊണ്ട് ഇപ്പോഴേ സുരക്ഷിതരായിരിക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നും പുതിയതായി എന്തെങ്കിലും മനസ്സിലാക്കാൻ കഴിഞ്ഞെന്നും കരുതുന്നു. ശാസ്ത്രത്തെക്കുറിച്ചുള്ള ഇത്തരം കൗതുകകരമായ വിഷയങ്ങൾ ലളിതമായി അറിയാൻ സയൻസ് കോർണർ സബ്സ്ക്രൈബ് ചെയ്യൂ. ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി അറിയിക്കാനും ശാസ്ത്രം ഇഷ്ടപ്പെടുന്ന സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ മറ്റൊരു കൗതുകകരമായ ശാസ്ത്ര വിഷയവുമായി വീണ്ടും കാണാം. അതുവരെ ചോദിക്കൂ, അന്വേഷിക്കൂ, ശാസ്ത്രത്തെ സ്നേഹിക്കൂ. നന്ദി, നമസ്കാരം.